മെഗേജ് ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളന്ന് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. നമ്മുടെ മെയിൻ എൻട്രിയിൽ തന്നെയാണ് സർപ്രൈസ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കൂനത്തറ ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കൂനത്തറ ഭാഗത്തുള്ള കവളപ്പാറ കൊട്ടാരം, നമുക്ക് എറപ്പ ക്ഷേത്രം ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അതായത് നമുക്ക് കവളപ്പാറ അറിയാം, 96 ദേശത്തിലെ പൂരമൊക്കെ നടക്കുന്ന അതിൻ്റെ അടുത്ത് തന്നെയാണ്. നമുക്കിപ്പോൾ 16 സെൻറ്റ് സ്ഥലവും 2500 വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുമാണ്. ഹൈവേയിൽ നിന്നും ഒരു 150 മീറ്ററിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ നമ്മൾ സർപ്രൈസ് പറഞ്ഞത് ഇതാണ്, നമ്മുടെ ഡോറാണ് അത് കാണുന്നത്. ഡോറ് റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന വീട്ടിൽ നിന്ന് തന്നെ തുറക്കും അടയ്ക്കാനും പറ്റുന്ന രീതിയിലുള്ളത് തന്നെയാണ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ്, ഒരു 50 മീറ്റർ മാറിയിട്ടാണ് വീട്. ഉള്ളിൽ നിന്ന് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, തുറക്കും അടയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് വോളിയം ബെല്ലൊക്കെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അടിച്ചാൽ തന്നെ ഓണർക്ക് അറിയാം പുറത്ത് ആൾ വന്നെന്നുള്ളത്. കോമ്പൗണ്ടൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ല രീതിയിലുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഇതാണ്, നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമുക്ക് ടാർ റോഡിങ് ആണ്. നമുക്ക് ഹൈവേയിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 150 മീറ്ററോളം വരുന്നേ ഉള്ളൂ. നല്ല മനോഹരമായിട്ടുള്ള വീടാണ്. കാർ പോർച്ച് കാണാം, നമുക്ക് ബാൽക്കണി കാണാം. ഇതിൽ നമുക്ക് വരുന്നത് 5 ബെഡ്റൂമുകളാണ്. 2500 സ്ക്വയർ ഫീറ്റ് വരുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് കിണർ, പൈപ്പ് ലൈൻ, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഉള്ളതാണ്. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കൊമേഴ്ഷ്യലായിട്ടുള്ള രീതിയിൽ നമുക്ക് റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഡോക്ടർമാരുടെ ക്ലിനിക്കോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നമുക്കിതിൽ കയറി വന്ന കാർ പോർച്ചിൻ്റെ അതിൽ ഒരു ലാഡറുണ്ട്. അതിൽ നമുക്ക് മുകളിലേക്ക് ഒരു കൺസൾട്ടിങ് റൂം ഉള്ള രീതിയിലാണിത് രൂപകൽപ്പന ചെയ്തേക്കുന്ന ഈ വീട്. നമ്മൾ നേരെ ബാക്ക് സൈഡ് കിണറിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കിണറൊക്കെ അടച്ചിട്ടേക്കാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മയിലിൻ്റെയും അങ്ങനെ പക്ഷികളുടെയൊക്കെ ശല്യമുണ്ട്, അത് കാരണം അടച്ചിട്ടേക്കാണ്. ആണ് പറഞ്ഞത്, നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്ന നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു വൈബുള്ള ഒരു സ്ഥലമാണ്. പാടത്തിനോട് ചേർന്നിട്ടുള്ളൊരു ഏരിയ ആണത്. നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. നിറയെ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ബെഡിങ് മാവ് മൂച്ചി തൈയൊക്കെയാണ് ഇവിടെ നമുക്ക് നട്ടേക്കുന്നത് കാണാം. മാവിൻ്റെ തൈ ഇതാണ് നമ്മുടെ ഒരു സൈഡ് വ്യൂ. പിന്നെ അതേമാതിരി ഈ ബാക്ക് സൈഡിലൊക്കെ നല്ല രീതിയിൽ വെന്റിലേഷൻ നല്ല കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നല്ല വെളിച്ചം കയറുന്ന രീതിയിലാണ്. ഇത് ഞാൻ പറഞ്ഞ നമ്മൾ കൺസൾട്ടിങ് റൂമിലേക്ക് പോകുന്നൊരു വേ ആണ്. ഫ്രണ്ടിൽ നിന്ന് നേരിട്ട് അതിലേക്ക് മുകളിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ എല്ലാം നല്ല വളക്കൂറുള്ള മണ്ണാണ്. നമുക്ക് കണ്ടറിയാം. തെങ്ങൊക്കെ നല്ല മുന്തിരിക്കുലമാതിരി തേങ്ങ പിടിച്ചിരിക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് തേക്കിൻ്റെ നല്ലൊരു ഡോറും അതിൻ്റെ കൂടെ ജനലും കൂടെ നമുക്ക് കാണാം. കുത്തുപണിയൊക്കെ ചെയ്തതാണ്. പണിചെയ്തതിൻ്റെ ഒരു കൂട്ടൊക്കെയാണ് ഫ്രണ്ട് ഡോറിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഉൾവശം നമുക്ക് കാണാം. അത് മനോഹരമായിട്ടുള്ള ഡിസൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് കാർ പോർച്ചും ഒക്കെ ആയിട്ടാണ്. ഇത് ഉൾപോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു ഹാളാണ്. ഡൈനിങ് ഹാള്, കിച്ചൺ, 2 അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്ക് താഴത്തെ നിലയിലുള്ളത്. മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമാണ്. അങ്ങനെ 5 ബെഡ്റൂമാണുള്ളത്. ഫുള്ള് ഗ്രാനൈറ്റ് വെച്ചിട്ടുള്ള വർക്കാണ് ചെയ്തേക്കുന്നത്. ഇവിടെ വാഷ് ബേസിനൊക്കെ നല്ല ഡിസൈനിങ് ഉള്ള രീതിയിലുള്ള വാഷ് ബേസിനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്.
ഒരു ആർച്ചിൻ്റെ ഒരു ഗോപുരം നമുക്കിവിടെ കാണാം. ഒരു ഹാളിൻ്റെ സെറ്റപ്പ് കാണാം. സിറ്റി സെറ്റും ദിവാൻ കോട്ടൊക്കെ നമുക്ക് കാണാം. അതേമാതിരി കിച്ചൻ്റെ പോർഷനാണ്. കിച്ചൺ കബോർഡുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സിങ്ക്, ഗ്രോസറി ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള നല്ല അടിപൊളിയായിട്ട് മരപ്പണി ചെയ്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് വർക്ക് ഏരിയ ഉണ്ട്. കുഴൽക്കിണറിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിണറും ഉണ്ട്. അടുക്കളയിലും ഗ്രാനൈറ്റ് തന്നെ കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. മുകളിലൊക്കെ ഡംപ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്. അതേമാതിരി താഴെ നല്ല വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റാച്ച്ഡും കൂടെയാണ്. നമുക്ക് അതേമാതിരി കോണിപ്പടിയുടെ അടിയിൽ നമുക്ക് ഡ്രസ്സിങ്ങോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പ് തന്നെ ഉണ്ട്. ബാക്ക് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇത് നമുക്ക് രണ്ടാമത്തെ റൂമാണ്. ഇതും നല്ല ഹ്യൂജ് റൂമാണ്. മുകളിലൊക്കെ ഡംപ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോക്സൊക്കെ പണിത് കൊടുത്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടിയ ബെഡ്റൂമാണ്. നമുക്ക് ഹാൻഡിലിൽ കാണാം. എല്ലാം ഗ്രാനൈറ്റിലാണ്. ഓരോ മോഡൽ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് നമുക്ക് അപ്സ്റ്റേറിൽ കയറുമ്പോൾ വലിയൊരു ജനൽ പാളി കാണാം. മുകളിൽ നമുക്ക് 3 റൂമുകളാണ്. ഫസ്റ്റ് റൂം AC, നല്ല ഹ്യൂജ് റൂംസ് തന്നെയാണ് എല്ലാ റൂമുകളും. പിന്നെ നമുക്കിതിൽ ഇതിൻ്റെ ഓണർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് നമുക്ക് കോൺഫറൻസ് കോളിലൂടെ അല്ലെങ്കിൽ നേരിട്ട് നമ്പറൊക്കെ തരാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കോൺടാക്ട് ചെയ്യുക. വില കാര്യം നമ്മൾ പറയുന്നതല്ല. ഡയറക്റ്റ് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതായിരിക്കും. നമ്മളെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലാണെങ്കിലും ബന്ധപ്പെട്ടാൽ നമ്മളതിൽ അതിൻ്റെ വിലയും കാര്യങ്ങളും പറയുന്നതായിരിക്കും. മുകളിൽ നമുക്കൊരു കട്ടിലുണ്ട്. ചെയിനൊക്കെ ഇട്ടിട്ട് നല്ലൊരു ആട്ടുകട്ടിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലും ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് മുകളിൽ ഏകദേശം 4 റൂമോളം യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഹാളായിട്ടാണ് ഇട്ടേക്കുന്നത്. ഒന്ന് നമുക്ക് ഡോക്ടർമാർക്ക് കൺസൾട്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റൂമാണ്. അടുത്ത റൂം നമ്മൾ കാണാൻ പോകും. ഇതിലൊക്കെ നമുക്ക് ഫിക്സഡ് അലമാരകളും കാണാം. എല്ലാ AC റൂമുകളാണ്. ഇവിടെ നമുക്ക് കൺസൾട്ടിങ് റൂമായിട്ട് യൂസ് ചെയ്യുന്നൊരു പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ഇത് വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് നമുക്ക് മുകളിലും പോയി കാണാം. മുകളിൽ ടാങ്കിൻ്റെ ഒരു പോർഷനാണ്. ഇത് നമ്മൾ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇവിടെ നമുക്ക് കൺസൾട്ടിങ്ങിന് വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ളൊരു പോർഷൻ, താഴത്തേക്കുള്ളൊരു ഇവിടെ നല്ലൊരു വ്യൂ, താഴത്തേക്കുള്ളൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ലാൻഡിങ് ആയിട്ടുള്ളൊരു ലാഡർ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. വണ്ടികളൊക്കെ ഇവിടെ 8-10 വണ്ടികൾ നിർത്താനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
വീണ്ടും പുറത്ത്. ഇനി നമുക്ക് ഏറ്റവും മുകൾ പോർഷനും കൂടി ഒന്ന് പോയി കാണാം. ഇത് നമ്മൾ കൺസൾട്ടിങ്ങിന്റെ റൂം ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്ക് കൂനത്തറ ഹൈവേയിൽ നിന്നും 150 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ വീട്. പതിനാറ് സെന്റിന് മേലെ സ്ഥലം വരുന്നുണ്ട്. 2500 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ നമ്പർ കാണും, അതിൽ ബന്ധപ്പെടുക. ഓണറായിട്ട് നമ്മൾ നേരിട്ട് ഇരുത്തി സംസാരിച്ച് നെഗോഷ്യബിളായിട്ട് നമുക്ക് വാങ്ങാവുന്നതായിരിക്കും. ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ലൊരു വൈബാണ് ഇവിടുന്ന്. ഒരു പാടത്തിൻ്റെ ഒരു ഇതും നല്ലൊരു കൂളിങ് അറ്റ്മോസ്ഫിയറാണ്. ഒരു ഈവനിങ് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. മോർണിംഗിലൊക്കെ ഇവിടെ നല്ലൊരു കൂളിംഗ് ആണെന്ന് പറയുന്നത്. വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ ആരോമൽ ജെ സൈനിങ് ഓഫ്.